ഫ്രൈഡ് ചിക്കൻ അമ്മാവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് ശേഷം ടൊമാറ്റോ സോസ് പൊട്ടിച്ചൊഴിക്കണം. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം, അല്ലെങ്കിൽ പൊളിക്കും. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്യണം. ഇല്ല, ടൊമാറ്റോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ ഇതെന്തുവാ? ഇത്തിരി ശകല അരിപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പം മിക്സ് ചെയ്യും. കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതി വരുന്നില്ലേ? ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മുമ്പ് ഇരിക്കുമ്പോൾ എടുത്ത് തിന്നാൻ തോന്നും. തിന്ന് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ. ഇത്തിരി സോയാ സോസും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇത്തിരി മതി, ഒത്തിരി വേണ്ട. ഇത്തിരി തുമ്മണി മതി. ഈ തുമ്മണി സോയാ സോസ് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂണ് ടൊമാറ്റോ സോസ് അല്ല സോയാ സോസ് ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് ഓരോന്നായി തിളച്ച എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. സൗണ്ട് കേട്ടോ നിങ്ങൾ? തിളച്ച എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അത് ഓക്കെ. ഇങ്ങനെ നിങ്ങൾ ഇതിനകത്ത് നല്ല മണമൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടത്തുണ്ട്. ഇനിയും ഇട്ടേന് അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനത്തെ പരുവത്തി കിട്ടും നമുക്കിത്. ഗ്യാസ് ഇപ്പോഴും ഓണാണ് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് തന്നെ വെച്ചേക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. കുറച്ചിപ്പോൾ 1 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇടണം. 1 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോൾ ഈ പരുവത്തി കിടക്ക് കാണും. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കി കൊടുക്കണം. നല്ല നാടൻ മണം വരുന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ടൻ ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടില്ല, ആ ചിക്കൻ ഫ്രൈ അതുകൂട്ട് തന്നെയാണ്. നല്ല മുളകിട്ട കോരക്കറിയാണിത്. അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. കണ്ണോ നല്ല പൊരിച്ച് മോരി ചിക്കൻ കാണുമ്പോഴേ അടുത്ത് തിന്നാൻ തോന്നുന്നതാണ്. ഇപ്പൊ ഇതിങ്ങനെ പരുവത്തി എത്തണം. കാരണം ആ സമയത്ത് ഇങ്ങനെ പരുവത്തി എത്തും. അപ്പൊ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നതുണ്ട്. ചെറുതായിട്ട് മൊരിഞ്ഞ് ഇത് വരുന്നുണ്ട്. ഞാൻ മണം അടിക്കാത്താണോന്ന് തോന്നുന്നു. ചുമ വരുന്നു. നല്ല മണം. നിങ്ങൾ ഒറിജിനലായിട്ട് കാണാത്തോണം. നല്ല മണം. ഇങ്ങനെ നല്ലയൊക്കെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇപ്പം ചിലതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കണ്ടോ അവിടെ ഫ്രൈ ആയി വന്നേക്കുണ്ട്. ഇനി ഒന്ന് ഇളക്കണം. വീണ്ടും എടുത്തൊന്ന് ഇളക്കണവേ. ഞാനാണ് കേട്ടോ ഇളക്കുന്നത്. ഒന്ന് നോക്ക്. ഇത് നിങ്ങൾ ഒന്നെടുത്തു
ഇല്ലോട്ട് ഇടത്തെ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചോറ്. ഇല്ലോട്ട് ഇടത്തെ. ഇനി മുരിമൊരായിരിക്കുന്ന ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം ഇടട്ടെ. ഇത് എടുക്കുമ്പോഴേ ഒരു മണം ഉണ്ട് മക്കളെ. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടോടെ. ഇതാണെങ്കിൽ ചൂടാ, കൈ പൊള്ളുക. നമ്മളിത് കുറച്ച് ചോറിൻ്റെ കൂടെ എടുത്തങ്ങോട്ട് മക്കളെ. ഇത് സൂപ്പറാ. 5 സ്റ്റാർ ആണ് കേട്ടോ, 5 സ്റ്റാർ. വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ ഇത് കൂട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ ചെയ്ത സംഭവം തന്നെ വീണ്ടും ഒന്ന് ചെയ്യുക. ഈ നേരത്തെ ഉണ്ടാക്കിയിട്ട് നല്ല നാടൻ മീൻകറി ഇല്ല, ഈ മീൻകറി അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണം. നിങ്ങൾക്കിത് കഴിക്കാൻ വേണോ? എന്നാൽ വന്നോ അവിടെ ഡൈനിങ് ഏരിയയിൽ കഴിക്കാം. ഇതിൻ്റെ അഡ്രസ് പറയുവാണെങ്കിൽ കായംകുളം BSNL ഓഫീസിൻ്റെ അപ്പുറത്തുള്ള ബുള്ളറ്റ് വർക്ക്ഷോപ്പിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ 2ാമത്തെ വീടാണ്. വീട്ടുപേര് സുമി നിവാസ്.